ഈ ട്രിപ്പിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് പറഞ്ഞാൽ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്താൽ പിന്നെ എല്ലാവരുടെ കണ്ണും ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാവും. ഇവിടെ മൃഗമുണ്ടോ മാനുണ്ടോ ആനയുണ്ടോ ആരാ ഫസ്റ്റ് കാണുക, ഞാൻ കണ്ടു പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഉമ്മമാരായാലും കുട്ടികളായാലും ഒക്കെ കണക്കാണ്. നമ്മളെല്ലാവരും പറയും ഞാൻ കണ്ടു ഫസ്റ്റ്. അങ്ങനെ എല്ലാവരും കണ്ണുള്ളിലേക്ക് നോക്കി പോവാട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കോട ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ മൃഗങ്ങളുണ്ടെങ്കിലും ആന ഉണ്ടെങ്കിലും അത്ര കാണൂലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം നോക്കി കണ്ടു കേട്ടോ. മാൻകൂട്ടത്തിന് കണ്ട അവരെ രാവിലത്തെ ഇലയും പുല്ലും ഒക്കെ തിന്നാണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഇപ്രാവശ്യം ഞങ്ങൾ മാൻകൂട്ടത്തിനെ കണ്ടിരിക്കണം കേട്ടോ. നല്ല മാൻകൂട്ടങ്ങൾ കാണലുണ്ട്. ഓരോ ടൈമിലും ഓരോ സീസണിലും അനുസരിച്ചാവും നമ്മൾ പോയ അത്യാവശ്യം എല്ലാ സീസണിലും മാനുകളെ നല്ല കണ്ടിട്ട് കേട്ടോ. ഇവരിങ്ങനെ ഓടിയും ചാടിയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാവും കേട്ടോ. രാവിലെ തന്നെ നമുക്ക് നമ്മളെ മൈൻഡ് തന്നെ വന്നിട്ട് സെറ്റാവും. ഇതാക്കുന്ന ചെറിയ കുട്ടികളുണ്ട്, വലിയോലുണ്ട്, കൊമ്പുള്ളതുണ്ട്, കൊമ്പില്ലാത്തതുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം പോയപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മാനിനെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഈ മഞ്ഞിൻ്റെ അടിയിൽ നമ്മൾ ഫുള്ള് നോക്കേണ്ടത് ആനയുണ്ടോ ആനനെ കാണോ മാനിനെ കാണോ കാട്ടുപോത്തിനെ കാണോ നോക്കിയാണ് കേട്ടോ. ഇത്രയും മഞ്ഞാകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് കേട്ടോ ആനനെ കാണോ. പക്ഷെ നമ്മൾ അവിടെ ഇങ്ങനെ പൊന്തുണ്ട്, അപ്പോൾ അത്രയായിട്ട് കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ. ഈ സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊളിയാണ് കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന സീനും ഒക്കെ കൂടായിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഏരിയയിൽ ഒരു ആന ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൂം ചെയ്താലേ അങ്ങോട്ട് കാണുള്ളൂ. ഇവിടെയും ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാനാളുണ്ട് കേട്ടോ. ഇതിലേറെ ഉണ്ടാവലുണ്ട് ചില ടൈമിൽ ഞങ്ങൾ പോകുമ്പോൾ. വേനൽക്കാലത്തൊക്കെ പോയപ്പോൾ ഈ മാനൊക്കെ കണ്ടോ. നമ്മൾ അത്രയും അടുത്താണ് നിൽക്കുന്നത്. ഈ റോഡ് കാണില്ല, അത്രയും അടുത്താണ് മാനാൾ കേട്ടോ. പിന്നെ നമ്മളെ സിംഹവാലൻ കുരങ്ങാൾ ഓലിങ്ങനെ ഇതാക്കണം. ഓലിതായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇവരെടുത്ത് എത്തുമ്പോഴാണ് കേട്ടോ ചെറിയ പേടി. നമ്മളടുത്തേക്ക് ചാടോ നമ്മളെ വണ്ടിക്ക് ചാടി കയറുമെന്നൊക്കെ കേട്ടോ. നമ്മൾ കൂടുതൽ പിന്നെ ഈ ചുരം കയറിയിട്ട് ഊട്ടിക്ക് പോകണമെന്നില്ല, മൈസൂർക്ക് എത്തണമെന്നൊന്നുമില്ല. ജസ്റ്റ് ആ ചുരം കയറി ചുരത്തുമ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഈ കാടും ബസ്സിനെ കൂടിയും കുറച്ചങ്ങനെ കയറിയിട്ട് ഈ മൃഗങ്ങളെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയാൽ തന്നെ നമുക്ക് നമ്മളല്ലാതെ ഈ പാർക്കും അങ്ങനെ ഇങ്ങനെ എപ്പോഴും നമ്മൾ പാർക്കും അങ്ങനെയൊക്കെ പോകുമല്ലോ കുട്ടികളുടെ ഇഷ്ടത്തിന്. അല്ലാതെ നമ്മളിങ്ങനെ പോയാൽ ഇത് നമ്മൾ ലൈവായിട്ട് മൃഗങ്ങളെ കാണാണല്ലോ, നമ്മൾ സൂവിലൊന്നും അല്ലാതെ. അപ്പോൾ ഇങ്ങനെ കണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് തിരിച്ച് പോന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടും, ഇഷ്ടമാവും കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ. ഞാൻ കിടക്കലിൻ്റെ ഉപ്പാൻ്റെ ഒരു ഇഷ്ടമുള്ള സംഭവം കേട്ടോ. മസനഗുഡിക്ക് പോവുക, ബന്ദിപ്പൂർക്ക് പോവുക, അങ്ങനെ അത്രയും ഇഷ്ടമാണ്. കാരണം നമ്മളെപ്പോൾ പോയാലും മാനാൾ എന്തായാലും കാണും. ലാസ്റ്റ് നമ്മൾ മാനാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നിർത്തും, അത്രയും മാനാളെ കാണും. പിന്നെ നമ്മളിത് ആനേനൊക്കെ കാണും കേട്ടോ. അപ്പം നമുക്കും അങ്ങനെ അത്ര മതിയല്ലോ. നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോയി പൈസ ചിലവാക്കി അങ്ങനത്തിലാർക്കും ഇഷ്ടം. നമ്മൾ വല്ല ചിക്കൻ കറിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കാറിൻ്റെ ഡിക്കിയിൽ വെക്കുക, ഈ സംഭവങ്ങൾ പോയി കാണുക, നല്ലൊരു സ്ഥലത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കുക, തിരിച്ചു പോരുക, അതന്നെ മതിയാവും നമുക്ക്. ഇതാക്കണത് കാട്ടുപോത്താളങ്ങനെ ഇതൊക്കെ കഴിക്കാം കേട്ടോ. ഫുഡ് എന്നാണ് എപ്പോഴും വരുന്നത്, പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഏത് ടൈപ്പ് വീഡിയോസ് വേണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.